Welcome to Srinarayana Guru Open University degree classes. Now we are studying Introduction to Mass Communication, Block 4, Unit 4, Media Audience Theory. ഇവിടെ നമ്മളിതൊരു ചെറിയൊരു യൂണിറ്റ് ആണ്. ഇവിടെ നമ്മൾ ഒരൊറ്റ തിയറി മാത്രമാണ് പഠിക്കുന്നത്. ഇതിൽ യൂസസ് ആൻഡ് ഗ്രാറ്റിഫിക്കേഷൻ തിയറി എന്ന ഒരു കുഞ്ഞു തിയറി, അതായത് മീഡിയ ഓഡിയൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സിദ്ധാന്തമാണ്. സോ നമുക്ക് നോക്കാം. സോ യുമായി ബന്ധപ്പെട്ട കുറെ തിയറികൾ നമ്മൾ ഇതിനകം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇനിയും നമുക്ക് ഈ ഒരു ബ്ലോക്കിൽ ഇനി ഒരു യൂണിറ്റ് കൂടി പഠിക്കാനുള്ളത്, ഏതാനും 3-4 സിദ്ധാന്തങ്ങൾ നമുക്ക് ഇനിയും പഠിക്കാനുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഒന്നാണ് മീഡിയ ഓഡിയൻസ് തിയറി എന്ന് പറയുന്നത്. സോ ഈ തിയറിയിൽ നമ്മളൊരു സ്പെസിഫിക് ആയിട്ടൊരു തിയറിയാണ് പഠിക്കുന്നത്. ആ തിയറിയുടെ പേര് യൂസസ് ആൻഡ് ഗ്രാറ്റിഫിക്കേഷൻ തിയറി എന്നാണ്. യൂസസ് ആൻഡ് ഗ്രാറ്റിഫിക്കേഷൻ തിയറി. ഓക്കെ, സോ നമുക്ക് എന്താണ് യൂസസ് ആൻഡ് ഗ്രാറ്റിഫിക്കേഷൻ തിയറി എന്നൊന്ന് നോക്കാം. Gratification theory, often referred to uses and gratification theory, is a communication theory that explores how and why individuals actively seek such specific media to satisfy particular needs. അതായത് എന്തിനാണ് ആളുകൾ ചില പ്രത്യേക നീഡ്സിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് വേണ്ടി മീഡിയയെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മീഡിയയിൽ നിന്നും എന്തുകൊണ്ടാണ് ആളുകൾ ചില പ്രത്യേക ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി മീഡിയയെ സമീപിക്കുന്നത് എന്നതാണ് ഈ ഒരു സിദ്ധാന്തം കൊണ്ട്, അല്ലെങ്കിൽ എന്നതാണ് ഈ സിദ്ധാന്തം ഡിസ്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഒരു റിസൾട്ട് എന്തുകൊണ്ടാണ് എന്നുള്ള ഉത്തരം കണ്ടെത്താനുള്ളതാണ് ഈ ഒരു സിദ്ധാന്തം എന്ന് പറയുന്നത്. ഇറ്റ് ഫോക്കസ് ഓൺ ദ ഓഡിയൻസ് റോൾ ആസ് ആൻ ആക്റ്റീവ് പാർട്ടിസിപ്പന്റ് ഇൻ മീഡിയ കൺസംഷൻ പ്രോസസ് റാദർ ദാൻ പാസീവ് റെസിപ്പിയന്റ് ഓഫ് ഇൻഫർമേഷൻ. ഇതില് കൃത്യമായിട്ട് ഒരു പാസീവ് ഓഡിയന്റ് ആയിട്ട് ജസ്റ്റ് ഒരു ന്യൂസ് കേൾക്കുന്നു, അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം കാണുന്നു, വെറുതെ അത് കണ്ടുപോകുന്ന ഒരാൾ എന്നുള്ളതിനപ്പുറത്തേക്ക് അതിനെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യുകയും വിശകലനം ചെയ്യുകയും അതുപോലെ തന്നെ അതിനോട് റെസ്പോണ്ട് ചെയ്യുകയൊക്കെ പ്രതികരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ഓഡിയന്റിനെ കുറിച്ചാണ് ഈ ഒരു സിദ്ധാന്തം ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ കീ കോൺസെപ്റ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ആക്റ്റീവ് ഓഡിയൻസ്. ആക്റ്റീവ് ഓഡിയൻസിന്റെ അടുത്താണ് ഈ ഒരു സിദ്ധാന്തം വർക്കൗട്ട് ആവുന്നുള്ളൂ. അല്ലാതെ വെറുതെ കണ്ടിരിക്കുന്നവരെ കുറിച്ചല്ല, മറിച്ച് ചില പ്രത്യേക പേർപ്പസില് മീഡിയ കാണുന്നവര്, അതുപോലെ ഇതിൽ കാണുന്ന പ്രോഗ്രാംസിനോട് കൃത്യമായിട്ട് ഫീഡ്ബാക്ക് കൊടുക്കുന്നവര്, അല്ലെങ്കിൽ അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നവര്, അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഓഡിയൻസിനെയാണ് നമ്മൾ ഈ ഒരു സിദ്ധാന്തത്തിൽ കൺസിഡർ ചെയ്യുന്നത്. സോ വ്യൂവേഴ്സ് ചൂസ് മീഡിയ ബേസ്ഡ് ഓൺ ദെയർ നീഡ്സ്, മേക്കിംഗ് കോൺഷ്യസ് ഡിസിഷൻ റാദർ ദാൻ ബീയിങ് ഇൻഫ്ലുവൻസ്ഡ് സോഷ്യലി ബൈ മീഡിയ കണ്ടന്റ്. ആ ഒരു മീഡിയ കണ്ടന്റിൽ നിന്ന് ഡയറക്റ്റ് ആണ് ഇവര് ഇൻസ്പയർഡ് ആകുന്നത്, മറിച്ച് മീഡിയ കണ്ടന്റ് സൊസൈറ്റിയെ മൊത്തം ഇൻഫ്ലുവൻസ് ചെയ്തതിന് ശേഷം ആ സൊസൈറ്റിയിൽ നിന്ന് ഇൻഫ്ലുവൻസ്ഡ് ആവുകയല്ല ചെയ്യുന്നത്. അങ്ങനെ ഇൻഫ്ലുവൻസ്ഡ് ആവുന്നത് ആരാണ്? അത് പാസീവ് ഓഡിയൻസ് ആണ്, അല്ലെ? പാസീവ് ഓഡിയൻസ് ഇൻഫ്ലുവൻസ്ഡ് ആവുന്നത് വളരെ സാവധാനത്തിലായിരിക്കും. എന്ന് വെച്ചാൽ ആ ഒരു പ്രോഗ്രാം കൊണ്ട്, അല്ലെങ്കിൽ ഒരു മീഡിയയുടെ ഇൻഫ്ലുവൻസ് കൊണ്ട് സൊസൈറ്റി ആകമാനം മാറി ആ ഒരു മാറ്റത്തിന്റെ ഭാഗമായിട്ട് ക്രമേണ വളരെ ഗ്രാജ്വലി നടക്കുന്ന ഒരു പ്രോസസ് ആണത്. എന്നാൽ ഒരു ആക്റ്റീവ് ഓഡിയന്റ് എന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ ഒരു പ്രോഗ്രാം കണ്ടു, അല്ലെങ്കിൽ ആ ഒരു പ്രോഗ്രാമിൽ ഇൻവോൾവ് ആയിട്ട് പെട്ടെന്ന് തന്നെ അവരിൽ ആ ഒരു ചേഞ്ച് വരും. സോ ഇങ്ങനെയുള്ള ഓഡിയൻസിനെയാണ് നമ്മൾ ഇങ്ങനത്തെ ഓഡിയൻസിന്റെ ഇടയിലാണ് ഈ ഒരു സിദ്ധാന്തം വർക്കൗട്ട് ആവുന്നത്. അപ്പൊ അതാണ് ഫസ്റ്റ് കോൺസെപ്റ്റ്, ആക്റ്റീവ് ഓഡിയൻസ് ആണ്. ദെൻ മീഡിയ ഗ്രാറ്റിഫിക്കേഷൻ ആണ് അടുത്ത ക്യാരക്ടർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇൻഡിവിജ്വൽ സീക്ക് മീഡിയ ഫോർ വേരിയസ് ഗ്രാറ്റിഫിക്കേഷൻസ്. പല ഗ്രാറ്റിഫിക്കേഷൻസിനും വേണ്ടിയിട്ടാണ് മീഡിയ കാണുന്നത്. ഇനി ഏത് ടൈപ്സ് ഓഫ് ഗ്രാറ്റിഫിക്കേഷൻസ് ആണെന്ന് നോക്കാം. ഫസ്റ്റ് ഇൻഫർമേഷൻ തന്നെയാണ്. നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം പഠിക്കുന്നതിന് വേണ്ടി, ലേണിംഗ് അബൌട്ട് എൻ ഇവന്റ്, അല്ലെങ്കിൽ ഗെയിനിങ് നോളജ്. ഇപ്പോ റീസെന്റ്ലി സംഭവിക്കുന്ന, ഇപ്പൊ അമേരിക്കയില് വലിയ തീപിടുത്തം നടന്നുകൊണ്ടിരിക്കുന്നു, അല്ലെ? അപ്പൊ ഈ ഒരു കാര്യത്തെ കുറിച്ച് നോളജ് കിട്ടുന്നതിന് വേണ്ടിയിട്ട്, അതിന് കറന്റ് ആയിട്ട് ഈ തീപിടുത്തത്തിന്റെ വ്യാപ്തി എന്താണെന്ന് അറിയാൻ വേണ്ടി കാണുന്നു. അതുപോലെ തന്നെ ഈ ലോകത്ത് നടന്നിരിക്കുന്ന മറ്റു തീപിടുത്തങ്ങൾ എത്രത്തോളം വ്യാപ്തിയുണ്ട്, ഇത്ര വലുത് മുൻപ് നടന്നിട്ടുണ്ടോ, ഇതിന്റെ റീസൺ എന്താണ്, അങ്ങനെയുള്ള രീതിയിൽ ഇതിനെ അനലൈസ് ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെ വളരെ
കൃത്യമായിട്ടൊരു അജണ്ടയോട് കൂടിയിട്ട് അല്ലെങ്കിൽ ഒരു ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഇങ്ങനെയുള്ള ആക്റ്റീവ് ഓഡിയൻസ് എന്ത് ചെയ്യുന്നത്, ഈ മീഡിയയെ അല്ലെങ്കിൽ ഒരു ന്യൂസിനെ കാണുന്നത്. സോ ഒരു ഗ്രാറ്റിറ്റേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു നോളജ് പർപ്പസിൽ തന്നെയായിരിക്കും അല്ലെങ്കിൽ ഇൻഫർമേഷൻ പർപ്പസിലായിരിക്കും. And then the second gratification is personal identity. അതായത് finding reinforcement for personal values of discovering aspects of oneself. അതായത് ഒരു വ്യക്തിയുടെ ഒരു പേഴ്സണൽ ഐഡന്റിറ്റി അല്ലെങ്കിൽ സെൽഫായിട്ടൊന്ന് റീഇൻഫോഴ്സ് ചെയ്യുന്നതിന് വേണ്ടി നമ്മളെ തന്നെ ഒന്ന് ഉത്തേജിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് കാണുന്ന ഈ ചാനലിനെ സ്വീകരിക്കുന്ന ഒരു തരം. Then integration and social ഇന്ററാക്ഷൻസ്, ഒരു സാമൂഹിക ഉദ്ഗ്രഥനത്തിനും അതുപോലെ സൊസൈറ്റിയുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നതിനും വേണ്ടിയിട്ട് മീഡിയയെ കാണുന്നത്. ദെൻ മറ്റൊന്നാണ് എന്റർടൈൻമെന്റ്. എന്റർടൈൻമെന്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ ഈ ഒരു റിയാലിറ്റിയിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ, നമ്മൾ ഒരു വീക്കെൻഡിൽ ഒരു മൂവി കാണുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് ആ ഒരു വീക്കിൽ മുഴുവൻ നമ്മൾ അനുഭവിക്കുന്ന ഒഫീഷ്യലും അതുപോലെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ലൈഫിൽ നിന്നൊന്ന് റിലീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, ഒരു റിലാക്സേഷന് വേണ്ടിയിട്ടാണ് നമ്മളൊരു എന്റർടൈൻമെന്റ് കാണുന്നത് അല്ലെ, ഒരു മൂവി കാണുന്നത് അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഏതെങ്കിലുമൊക്കെ എന്റർടൈൻമെന്റ്സിൽ എൻഗേജ്ഡ് ആവുന്നത്. സോ ഒരു എസ്കേപ്പിംഗ് റിയാലിറ്റി, റിലാക്സേഷൻ, എൻജോയ്മെന്റ്, ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്റർടൈൻമെന്റ് ആയിട്ടുള്ള പ്രോഗ്രാംസ് വാച്ച് ചെയ്യുന്നു. ദെൻ ഇൻഡിവിജ്വൽ ഡിഫറൻസസ്, തീർച്ചയായിട്ടും ഓരോ പേഴ്സണും യുണീക്കാണ്. അവർക്ക് അവരുടേതായിട്ടുള്ള പലതരത്തിലുള്ള താല്പര്യങ്ങളും ഇഷ്ടാനിഷ്ടങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പൊ ഇൻഡിവിജ്വൽ ഡിഫറൻസിനനുസരിച്ചിട്ട് ഒരു പ്രോഗ്രാമിന്റെ ആക്സെപ്റ്റൻസിൽ അതുപോലെ തന്നെ ഡിഫറൻസസ് ഉണ്ടാവും. അത് ഡിഫറെന്റ് ഏജ് ഗ്രൂപ്പ് ഉള്ളവർക്കും ജെൻഡർ ഡിഫറൻസും ഒക്കെ ഇതിൽ വളരെയേറെ സ്വാധീനിക്കുന്നുണ്ട്. ഇനി ഏത് തരത്തിലുള്ള സാറ്റിസ്ഫാക്ഷൻസ് ആണ് ഇവർ അതിൽ നിന്ന് ഫുൾഫിൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്ത് ടൈപ്പ് സാറ്റിസ്ഫാക്ഷൻ ആണ് അവരതിൽ നിന്ന് അച്ചീവ് ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് കോഗ്നേറ്റീവ് നീഡ്. ഇന്റലക്ച്വൽ ആയിട്ടുള്ള ബുദ്ധിപരമായിട്ടുള്ള നീഡ്സ് ആണ് കോഗ്നേറ്റീവ് നീഡ്സ്. അതായത് ഒരു അണ്ടർസ്റ്റാൻഡിങ്, കാര്യങ്ങൾ അണ്ടർസ്റ്റാൻഡിങ് നടത്തുന്നതിന്, അതുപോലെ നോളജ് അക്യൂസിഷൻ, വിവരങ്ങൾ, അറിവ് സമ്പാദിക്കുന്നതിന്. ദെൻ അഫക്റ്റീവ് നീഡ്സ് ആണ്. അഫക്റ്റീവ് നീഡ്സ് മീൻസ് കൈൻഡ് ഓഫ് ഇമോഷണൽ അല്ലെ, വൈകാരികമായിട്ടുള്ള നീഡ്സ് ആണ്. അപ്പൊ ഒരു ഇമോഷണൽ എക്സ്പീരിയൻസസ്, അതുപോലെ പ്ലെഷർ, ഒരു സന്തോഷം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു കോമഡി മൂവി കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു റൊമാൻറ്റിക് മൂവി ഒക്കെ കാണുമ്പോൾ നമുക്കൊരു പ്ലെഷർ കിട്ടുന്നുണ്ട്. ആ ഒരു പ്ലെഷർ സീക്കിംഗ് ആയിട്ട് നമ്മൾ ഈ പ്രോഗ്രാംസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ദെൻ പേഴ്സണൽ ഇന്റഗ്രേറ്റീവ് നീഡ്സ് ആണ്. ഒരു വൈയക്തികമായിട്ടുള്ള നീഡ്സ് ഉണ്ടായിരിക്കും. അതായത് നമ്മളുടെ ക്രെഡിബിലിറ്റിയും സ്റ്റാറ്റസും ഒക്കെ ഉയർത്തുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് ബൂസ്റ്റപ്പ് ചെയ്യുന്നതിന് വേണ്ടി നമ്മളൊരു ബിസിനസ് പൾസ് പ്രോഗ്രാം വാച്ച് ചെയ്യുന്നത് നമ്മുടെ ബിസിനസ്സിന് അതുകൊണ്ട് ഗുണം ഉണ്ടാകുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണാലിറ്റി എൻഹാൻസ്മെന്റ് നടത്തുന്നതിന് വേണ്ടിയിട്ട് അല്ലെ, പേഴ്സണാലിറ്റിയെ മെച്ചപ്പെടുത്തുന്ന ഒരു പ്രോഗ്രാം നമ്മൾ കാണുന്നത് നമുക്ക് ഒരു അതിന്റെ ഒരു ഗുണം കിട്ടാൻ. അതുപോലെ തന്നെ ഒരു ഹെൽത്ത് സംബന്ധമായിട്ടൊരു പ്രോഗ്രാം നമ്മൾ വാച്ച് ചെയ്യുകയാണെങ്കിൽ എന്തിനു വേണ്ടിയിട്ടായിരിക്കും? സോ ഓഫ് കോഴ്സ് അത് നമ്മളുടെ ഹെൽത്ത് അപ്ഗ്രേഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരിക്കും അല്ലെ, അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലുമൊക്കെ ടൈപ്സ് ഓഫ് ലൈഫ് സ്റ്റൈലോ അല്ലെങ്കിൽ ഫുഡ് ഹാബിറ്റ്സിലോ ഒക്കെ ചേഞ്ചസ് വരുത്തുന്നതിന് വേണ്ടിയിട്ടായിരിക്കും, ഫിറ്റ്നസ് വർദ്ധിപ്പിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടായിരിക്കും, ലൈക്ക് ദാറ്റ്. അപ്പൊ ഇങ്ങനെ നമ്മൾ പലതരത്തിലുള്ള ലക്ഷ്യങ്ങൾ, പ്രോഗ്രാം അല്ലെങ്കിൽ പലതരത്തിലുള്ള നീഡ്സ് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. മറ്റൊന്നാണ് ടെൻഷൻ ഫ്രീ നീഡ്സ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞതുമായിട്ട് വളരെ റിലേറ്റഡ് ആണ്, ഫ്രീ ആവാൻ വേണ്ടിയിട്ട്, മൈൻഡ് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഒരു നമ്മുടെ ആധുനിക കാലത്ത് ഇതിന്റെയൊക്കെ ആപ്ലിക്കേഷൻ എന്താണെന്നും കൂടി നോക്കിയിട്ട് നമുക്ക് ഈ പാഠഭാഗം അവസാനിപ്പിക്കാം. ഒന്നാമത്തേത് മീഡിയ കണ്ടന്റ് ഡിസൈൻ, ഓഡിയൻസ് എൻഗേജ്മെന്റ് സ്ട്രാറ്റജീസ്. ഓഡിയൻസിനെ എൻഗേജ് ചെയ്യിപ്പിക്കുന്ന സ്ട്രാറ്റജീസ് ആണ് ആധുനിക കാലത്ത് മീഡിയ. തീർച്ചയായിട്ടും അത് തന്നെയാണല്ലേ, നമ്മൾ കാണുന്ന പരസ്യങ്ങൾ, നമ്മൾ കാണുന്ന പ്രോഗ്രാംസ്, ഓരോ പ്രോഗ്രാംസിൽ വ്യത്യാസങ്ങൾ കൊണ്ടുവരാൻ ഓരോ ചാനലുകൾ തമ്മിൽ മത്സരിക്കുന്നത് അല്ലെ. ഇപ്പൊ പല ടൈപ്സ് ഓഫ് റിയാലിറ്റി ഷോസ്, കുക്കിംഗ് ബേസ്ഡ് ആയിട്ടുള്ള റിയാലിറ്റി ഷോസ് ഒരു ചാനൽ കൊണ്ടുവരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ കുറച്ചുകൂടി അതിനെ മോഡിഫൈ ചെയ്തിട്ട് മറ്റെല്ലാ ചാനലുകളിലും അത് വരുന്നു. ഇനി നാടൻ പാട്ടുകള്, സാധാരണ റിയാലിറ്റി ഷോസ് ചില പ്രമുഖ ചാനലുകളൊക്കെ കൊണ്ടുവന്നു. ഒരു 2000 ആ ഒരു കാലഘട്ടത്തിൽ 2000-2005 ഇടയിലായിട്ട് വന്നു കഴിഞ്ഞു. അതോടുകൂടിയിട്ട്
പല ചാനലുകളും റിയാലിറ്റി ഷോസ് കൊണ്ടുവന്നു. അത് കഴിഞ്ഞിട്ട് റിയാലിറ്റി ഷോസിൽ തന്നെ ചേഞ്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആ റിയാലിറ്റി ഷോസ് നാടൻ പാട്ടുകളിലേക്ക്, മാപ്പിളപ്പാട്ടുകളിലേക്ക്, ഇങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങൾ വന്നു. ഡാൻസിൽ റിയാലിറ്റി ഷോസ് വന്നു. പിന്നെ അതുപോലെ അവിടെയൊന്നും നിൽക്കാതെ കുക്കിംഗ്, ട്രാവൽ, ഡിഫറെന്റ് ആസ്പെക്ട്സ് ഓഫ് ലൈഫ് അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന രീതിയിൽ ചാനലുകൾ തമ്മിൽ മത്സരിക്കുന്നു. ഇതൊക്കെ എന്താണ്, ഈ ഒരു അപ്ഗ്രഡേഷൻ വന്നുകൊണ്ടിരിക്കുന്നു. അതായത് ഓഡിയൻസിനെ എൻഗേജ് ചെയ്യിക്കാനുള്ള ആക്ടിവിറ്റീസിലേക്ക് വരുന്നു. ദെൻ അണ്ടർസ്റ്റാൻഡിങ് ഓഡിയൻസ് ബിഹേവിയർ ഇൻ അഡ്വർടൈസിങ്, ദെൻ സോഷ്യൽ മീഡിയ ആൻഡ് ന്യൂസ് കൺസംഷൻ. ന്യൂസ്, അഡ്വർടൈസ്മെന്റ്, എല്ലാ ഫീൽഡിലും ആളുകളെ ആണ് എൻഹാൻസ് ചെയ്യിപ്പിക്കുന്നത്, അല്ലെങ്കിൽ അവരെ എന്റർടൈൻ ചെയ്യുന്ന രീതിയിലാണ് പ്രോഗ്രാംസ് വന്നുകൊണ്ടിരിക്കുന്നത്. സോ ഇത്രയാണ് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ പഠിക്കാനുള്ളത്. ഇവിടെ നമ്മൾ ഒരൊറ്റ സിദ്ധാന്തമാണ് ഡിസ്കസ് ചെയ്തത്. അതിന്റെ വേരിയസ് ആസ്പെക്ട്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. താങ്ക് യു.